ഹലോ, ഗുഡ് മോർണിംഗ്. എല്ലാവർക്കും എൻ്റെ പുതിയൊരു കിച്ചൺ വ്ലോഗിലേക്ക് സ്വാഗതം. അപ്പോൾ ഇപ്പോൾ സമയം ഒരു 4:15 കേട്ടോ. കുറച്ച് നേരത്തെ എഴുന്നേറ്റ് ഇന്നൊന്ന് അമ്പലത്തിൽ പോകണമെന്നുണ്ട് കേട്ടോ. ഇവിടെ അടുത്തൊരു ശിവൻ്റെ അമ്പലമുണ്ട്, അവിടെ പോകാമെന്ന് വിചാരിക്കുന്നു. ഞാനും മോനും കുഞ്ഞിനെയും കൊണ്ടുപോകുന്നുണ്ട് കേട്ടോ. മോൻ എഴുന്നേറ്റ് റെഡി ആവുകയാണെങ്കിൽ അവനെ കൊണ്ടുപോകും, അല്ലെങ്കിൽ ഞാനും കുഞ്ഞും കൂടി പോകാമെന്ന് വിചാരിക്കുകയാണ്. 4 മണിക്ക് അലാറം വെച്ചിട്ടാണ് കിടന്നത് കേട്ടോ. അതിങ്ങനെ അടിച്ചുകൊണ്ടിരിക്കണം, ഓഫ് ചെയ്തിട്ടില്ല. അപ്പോൾ പാത്രങ്ങളെല്ലാം കഴിഞ്ഞു. ഇനിയിപ്പോൾ ഇന്നലെ രാത്രി ഇവിടെയൊക്കെ കുറച്ച് ക്ലീൻ ചെയ്തിട്ടാണ്, എന്നാലും തുടങ്ങുമ്പോൾ കുറച്ചിട്ട് തുടങ്ങാമെന്ന് വിചാരിച്ചിട്ടോ. എല്ലാവർക്കും ഒരിക്കൽ കൂടി എൻ്റെ കിച്ചൺ വ്ലോഗിലേക്ക് സ്വാഗതം. ആദ്യം തന്നെ സ്റ്റൗവും കൗണ്ടർ ടോപ്പൊക്കെ ഒന്ന് തുടച്ചിടുന്നുണ്ട് കേട്ടോ. വാതിൽ തുറന്നു കഴിഞ്ഞാൽ അവനകത്ത് കയറി എൻ്റെ കാലിലിങ്ങനെ തെറ്റിപ്പറ്റി നടക്കും. മനസ്സിലാകുന്നു. തുടച്ച് കഴിഞ്ഞപ്പോഴേക്കും അടുക്കളയും കൂടി ഒന്ന് അടിച്ചിടുന്നുണ്ട്. അങ്ങനെ കട്ടൻ കാപ്പി വെക്കാട്ടോ. കട്ടൻ കാപ്പിക്കുള്ള വെള്ളം വെച്ചതിന് ശേഷം പഞ്ചസാരയും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ അടുക്കളയും കൂടി ഒന്ന് തുടച്ചിടുന്നുണ്ട്. അപ്പോഴേക്കും കാപ്പിയുടെ വെള്ളം ചൂടായിട്ടുണ്ട് കേട്ടോ. അപ്പം ഞാൻ കാപ്പിപ്പൊടിയും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ ഒരു 2-3 പാത്രങ്ങൾ തേച്ചിട്ട് ഞാൻ നല്ല വെള്ളത്തിൽ മുക്കിയിട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ. അതെടുത്ത് വെക്കുന്നുണ്ട്. നല്ല വെള്ളം എന്ന് വെച്ചാൽ പൈപ്പ് വെള്ളം. റേഷൻ ഈ പ്രാവശ്യം വെള്ളരിയാണ് കേട്ടോ കിട്ടിയത്. വേവ് കുറഞ്ഞ അരി ആയതുകൊണ്ട് ഞാൻ കലത്തിലിടാമെന്ന് വിചാരിച്ചു. 2 ഗ്ലാസ് അരി ഇടുന്നുണ്ട് കേട്ടോ. രാവിലത്തേക്കും ഉച്ചത്തേക്കും കൂടിയാണ്. റൂം അടിച്ച് വന്നപ്പോഴേക്കും കാപ്പി തിളച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ആ കാപ്പിക്കല ഇറക്കി വെച്ചതിന് ശേഷം കഞ്ഞിക്കലം സ്റ്റവിലേക്ക് കയറ്റി പിന്നെ നമ്മുടെ എനർജി ബൂസ്റ്ററായ കാപ്പി ഒരു ഗ്ലാസ് ഒഴിച്ച് വെച്ചിട്ടുണ്ട്. പിന്നെ കുഞ്ഞാവയ്ക്കും ഒഴിച്ച് വെച്ചിട്ടുണ്ട് കേട്ടോ തണുക്കാനായിട്ട്. അങ്ങനെ ബ്രഷ് ചെയ്ത് വന്നു. അരിയിടാൻ നോക്കിയപ്പോൾ വെള്ളം ചൂടായിട്ടില്ല കേട്ടോ. അപ്പോഴേക്കും ഞാൻ കാപ്പി കുടിച്ചു കേട്ടോ. കുറച്ച് കുടിച്ചോളൂ, പിന്നെ അത് അവിടെ ഇരിക്കട്ടെ എന്ന് വിചാരിച്ചു. ആറിയിട്ടില്ല. അപ്പോൾ നമുക്ക് ഇടയ്ക്കിടയ്ക്ക് പണിയുടെ ഇടയ്ക്ക് കുടിക്കാമല്ലോ. എന്നിട്ട് ഇതേ അരി കുറച്ച് ചൂടുവെള്ളം എടുത്ത് കഴുകുന്നുണ്ട് കേട്ടോ. റേഷൻ്റെ ആയതുകൊണ്ട് ചൂടുവെള്ളത്തിൽ ആദ്യം കഴുകും. അങ്ങനെ അരി നന്നായിട്ട് കഴുകി കലത്തിലേക്ക് ഇട്ടു കേട്ടോ. കൂടെ തന്നെ കുറച്ച് ഉപ്പും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. നല്ല പശയുള്ള അരിയാണ്, പെട്ടെന്ന് വേവുകയും ചെയ്യും. അപ്പോൾ ഞാൻ ഇങ്ങനെ ചോറ് ഒട്ടിപ്പിടിക്കാതിരിക്കാൻ വേണ്ടി കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. അതെ, ഇന്ന് കറിക്ക് ഈ കപ്പങ്ങയാണ് കേട്ടോ. നമ്മുടെ സ്വന്തം മരത്തിലുണ്ടായതാണ്. കുറച്ച് ദിവസം മുമ്പ് ഞാൻ വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. കപ്പങ്ങ ഇങ്ങനെ പൂത്ത് നിൽക്കുന്ന വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. കുറേ കപ്പങ്ങ മരം ഉണ്ട് കേട്ടോ. ഒരു 10-15 കപ്പങ്ങ മരം ഈ വീടിൻ്റെ ബാക്കിൽ തന്നെ പിടിച്ച് വന്നാണ്. അപ്പോൾ അതിൽ കുറേ പൂവിട്ടുണ്ടായിരുന്നു. അതിൽ ഒരു 3 കപ്പങ്ങ ഒരു ഡെക്കറേഷനായിരുന്നു. അപ്പോൾ ഞാൻ ഇന്നലെ പറിച്ചു. ഒരെണ്ണം ഇന്നലെ രാത്രി മെഴുക്കുവറ്റി ഉണ്ടാക്കിയിട്ട് രണ്ടെണ്ണം തേങ്ങ അടിച്ച് കറി വെക്കാം. അതിനെടുത്തിട്ടുണ്ട്. ഞാനത് 2 കപ്പങ്ങയും തൊണ്ടൊക്കെ കളഞ്ഞ് അരിഞ്ഞെടുക്കുന്നുണ്ട് കേട്ടോ. ഒന്നിച്ചരിഞ്ഞെടുക്കുവാണ്. പകുതി എടുത്തിട്ട് കറി വെക്കാൻ, പകുതി മെഴുക്കുവറ്റി ഉണ്ടാക്കാമെന്ന് വിചാരിക്കുവാണ്. അങ്ങനെ കറി വെക്കാനുള്ള കപ്പങ്ങ കഷ്ണങ്ങൾ ചട്ടിയിലേക്ക് ആക്കുവാണ് കേട്ടോ. കുറേ കപ്പങ്ങ ഉപ്പിട്ട് വേവിക്കാൻ വെച്ചിട്ടുണ്ട് കേട്ടോ. തേങ്ങ പൊതിച്ചെടുക്കട്ടെ കേട്ടോ. അങ്ങനെ ഇത് തേങ്ങ പൊതിച്ച് ചിരണ്ടി എടുത്ത് അരപ്പ് റെഡിയാക്കി എടുത്തു കേട്ടോ. മഞ്ഞൾപ്പൊടിയും മുളക് പൊടിയും കൂടി ചേർത്ത് അരച്ചെടുത്തിട്ടുണ്ട്. എന്നിട്ട് വെന്ത കഷ്ണങ്ങളിലേക്ക് ഈ അരപ്പ് ചേർത്ത് കൊടുത്ത് ഒന്ന് തിളച്ച് വരുമ്പോഴേക്കും കടുക് താളിച്ച് ചേർക്കുന്നുണ്ട് കേട്ടോ. പിന്നെ ബാക്കിയുള്ള കപ്പങ്ങ മെഴുക്കുവറ്റിയും കൂടി ഉണ്ടാക്കിയെടുക്കുന്നുണ്ട്. മെഴുക്കുവറ്റി ആയതിനു ശേഷം കുഞ്ഞിന് കുളിക്കാനുള്ള വെള്ളവും കൂടി ചൂടാക്കാൻ വെക്കുന്നുണ്ട് കേട്ടോ. ഇത്ര ആയപ്പോഴേക്കും കുഞ്ഞ് എഴുന്നേറ്റിട്ടുണ്ടായിരുന്നു. പിന്നെ കുഞ്ഞിന് കാപ്പി തണുപ്പിക്കാൻ വെച്ചിട്ടുണ്ടായിരുന്നു.
അത് കുപ്പിയിൽ ഒഴിച്ച് കൊടുത്തു കേട്ടോ. പിന്നെ കുറച്ച് നേരം കുഞ്ഞിനെ എടുത്തുകൊണ്ടിരുന്നു. അങ്ങനെ അതൊക്കെ കഴിഞ്ഞതിന് ശേഷം പിന്നെ ചോറ് വാർത്തു. അപ്പോൾ ഇത് ഇത്ര ആയപ്പോഴേക്കും ഇന്നത്തെ ഉച്ചവരെയുള്ള പണിയെല്ലാം തീർന്നിട്ടുണ്ട് കേട്ടോ. പിന്നെ കൗണ്ടർ ടോപ്പും മിക്സിയും എല്ലാം ഒന്ന് തുടച്ച് ക്ലീനാക്കി ഇടുന്നുണ്ട്. അങ്ങനെ ചോറും കപ്പങ്ങക്കറിയും കപ്പങ്ങ മെഴുക്കുവരിയും റെഡി ആയിട്ടുണ്ട്. കുഞ്ഞ് കാപ്പി കുടിക്കണേന്ന് ഹായ് പൊന്നെ ഹായ് ഹായ് ഹായ്. കപ്പങ്ങ തേങ്ങയും പിന്നെ കപ്പങ്ങ വേട്ടിട്ട് ചോറും റെഡി ആയിട്ടുണ്ട്. കുഞ്ഞോനെ പല്ലേപ്പിച്ച് കുളിപ്പിച്ച് ഞാനും കുളിച്ച് ഞങ്ങളുടെ മോനെ നീക്കാറുണ്ട്. ഞങ്ങൾ റെഡിയായിട്ട് അമ്പലത്തിൽ പോയിട്ട് വരാം കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. അടുത്തൊരു വീഡിയോ വരുന്നവരെ